നമസ്കാരം. പഴം മിച്ചം വന്നാലോ ഓവറായിട്ട് പഴുത്തു പോയാലോ വെറുതെ കളയേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമുക്കൊരു അടിപൊളി ചോക്ലേറ്റ് ചിപ്പ് ബനാന ബാർ ഉണ്ടാക്കാം. ഇത് നമുക്ക് പൊളിക്കണം. നല്ലപോലെ പഴുത്ത 5 പഴം അടിച്ചു പൊളിക്കാന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. പൊളി കഴിഞ്ഞു. ഇനി ഈ പഴം നമുക്ക് നല്ലപോലെ അടിച്ചെടുക്കാം. ഒരു ഫോർക്ക് കൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് മാഷ് ചെയ്തെടുക്കുക. ഇത് സോ ഈസി, ഈവൻ എ കേമിയൻ ക്യാൻ ഡു ഇറ്റ്. ഇനി ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാം. 2 മുട്ട, 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ സാധാരണ വൈറ്റ് ഷുഗർ ചേർത്താൽ മതി. 1/4 കപ്പ് ഓയില്, 1/4 കപ്പ് പാല്, 1 ടീസ്പൂൺ വനേല എക്സ്ട്രാക്ട്. ഇനി നമുക്ക് ഇത് ഇളക്കി ഇടങ്ങാം. നല്ലപോലെ മിക്സ് ചെയ്യുക. നല്ല ഈവൻ ആയിട്ട് കമ്പൈൻഡ് ആകണം. ഇനി വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ സിന്നമൺ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ല ബേക്കിംഗ് സോഡയാണ് കേട്ടോ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നമുക്ക് കണ്ണി പൊടിയിടാം. ഞാൻ ഉദ്ദേശിച്ച 1.25 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ ഇതിലേക്ക് ചേർക്കാമെന്നാണ്. എന്നിട്ട് ഇതിലേക്ക് ഒടിച്ച് മടക്കി ചേർക്കാം. ഫോൾഡ് ചെയ്യുക. ഒരു റബ്ബർ സ്പാറ്റില കൊണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഓവൻ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. 175 ഡിഗ്രി സെൽഷ്യസിൽ. 1/2 കപ്പ് ചോക്ലേറ്റ് ചിപ്സും കൂടി ചേർത്ത് അതും ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നല്ലപോലെ ബട്ടർ തടവി ഒരു ബേക്കിംഗ് പാനിലേക്ക് ഇത് നമുക്ക് ഒഴിക്കാം. ഈ ബേക്കിംഗ് പാനിന്റെ സൈസ് 15.5 by 10 ഇഞ്ചാണ് കേട്ടോ. 1/2 കപ്പ് ചോക്ലേറ്റ് ചിപ്സും കൂടെ ഇതിന്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. എന്നിട്ട് 350 ഡിഗ്രി ഫാരൻഹീറ്റ് 175 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം 20 മിനിറ്റോളം ഇത് ബേക്ക് ചെയ്യുക. ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ അത് ക്ലീൻ ആയിട്ട് വരുന്നിടം വരെ വേണം ബേക്ക് ചെയ്യാൻ. 18 മുതൽ 22 മിനിറ്റ് വരെയാണ് ഇതിന്റെ ബേക്കിംഗ് ടൈം സാധാരണ. ഇപ്പം നമ്മുടെ കുട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവനെ നമുക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് എടുക്കാം. ഇവന് പാലും പഴവും മുട്ടയൊക്കെ കൊടുത്തതിന്റെ ഗുണമുണ്ട്. വളർന്നങ്ങോട്ട് ഇരട്ടി വലുപ്പമായിട്ടുണ്ട്. ഇന്ന് കൊഴുത്തു. നല്ലപോലെ തണുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഓവൻ ഒന്ന് 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ ചൂടാകണം. ഈ സമയത്ത് നമ്മുടെ ഓവൻ